Dear students, welcome to Learner's World. In this video, I'm going to talk about a poem, Abandoned Schoolhouse on Long Branch by Fred Chappell, FIUGP AC English, Advanced English Language Skill for Literatures, 2nd semester, Calcutta University. Fred Chappell is an American poet. He was the poet laureate of North Carolina from 1997 to 2002. His poems are a blend of personal experience and universal concerns. ഫ്രെഡ് ചാപ്പൽ ഒരു അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹത്തിന് 1997 to 2002 വരെ ഉള്ള ഒരു കാലയളവിലാണ് അദ്ദേഹം പോയറ്റ് ലോറേറ്റ് ആയത്. അദ്ദേഹത്തിൻ്റെ പോംസ് എന്ന് പറയുന്നത്, അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസും യൂണിവേഴ്സൽ കൺസേൺസും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അദ്ദേഹം കവിത എഴുതുന്നത്. Then summary of the poem, Abandoned Schoolhouse on Long Branch. The poem appeared in his collection of poems, Source, published in 1985. അപ്പോൾ ഈ ഒരു പോം അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരം ഉണ്ടായിരുന്നു, സോഴ്സ് എന്ന് പറഞ്ഞിട്ട്. 1985 അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ വന്നിട്ടുള്ളൊരു പോമാണ് അബാൻഡൻഡ് സ്കൂൾ ഹൗസ് ഓൺ ലോങ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പോയിന്റ് എക്സ്പ്ലോറേഷൻ ഓഫ് മെമ്മറി, ലോസ് ആൻഡ് ദ പാസേജ് ഓഫ് ടൈം. അപ്പോൾ ഈ ഒരു പോയത്തിൽ കൺവേ ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് മെമ്മറി ലോസ്, അതുപോലെ പാസേജ് ഓഫ് ടൈം തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. ദ സ്പീക്കർ ഡിസ്ക്രൈബ്സ് ദ സ്കൂൾ ഹൗസസ് കറണ്ട് സ്റ്റേറ്റ് ഓഫ് ഡക്കേ ആൻഡ് ദ മെമ്മറീസ് ദാറ്റ് ലിങ്കർ വിത്തിൻ ഇറ്റ്സ് വാൾസ്. അപ്പോൾ അതിൽ സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യാണ് ഒരു സ്കൂൾ ഹൗസ്, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഡക്ക ആയിട്ടുണ്ട്, അതായത് ക്ഷയിച്ചു പോയിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ ആ ഒരു ചുമരുകൾക്കുള്ളിൽ ഒരുപാട് മെമ്മറീസ് തങ്ങി നിൽക്കുന്നുണ്ട്. The poem meditates on the haunting experience of an abandoned schoolhouse somewhere in a rural area of southern part of America. അപ്പോൾ ഈ ഒരു പോം മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉള്ള ഒരു സ്കൂൾ ഹൗസാണ് സദേൺ പാർട്ട് ഓഫ് അമേരിക്കയിൽ. അവിടെയാണ് ഈ ഒരു സ്കൂൾ അബാൻഡൻഡ് ആയിട്ടുള്ള നിലയിൽ ഉള്ളത്. ഒരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറ്റ് പോർട്രേസ് ഹൗ എ സ്കൂൾ ബിൽഡിംഗ് once full of energy and laughter of children has become silent and decay now. അപ്പോൾ ഇത് പോർട്രേ ചെയ്യുന്നത്, ഇത് ചിത്രീകരിക്കുന്നത്, ഈ ഒരു കവിത ചിത്രീകരിക്കുന്നത് ഒരു സ്കൂൾ ബിൽഡിംഗ് ആണ്. അതായത് പണ്ട് ഇതിൽ ഒരുപാട് ചിരികളും കളികളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സന്തോഷപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ ഒരു സ്കൂളുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വളരെയധികം സൈലൻറ്റ് അറ്റ്മോസ്ഫിയറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് ഡെക്കേ നൗ, ഇപ്പോൾ അത് ക്ഷയിച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. The poem begins by describing the final scholar who scrawled his name in the aisle dust and dozes off in the shadow of a busted chair. അപ്പോൾ ഈ ഒരു പോം ബിഗിൻ ചെയ്യുന്നത് ഒരു ഫൈനൽ സ്കോളർ, അവസാനത്തെ ഒരു സ്കോളർ എന്നുള്ള നിലയിൽ അയാൾ എന്താ ചെയ്യുന്നത്, തൻ്റെ പേര് ഇങ്ങനെ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആ ഒരു ഇടനാഴിയിൽ ഉള്ള ആ ഒരു പൊടിയിൽ തൻ്റെ പേര് കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവിടെ ഒരു ബസ്റ്റഡ് ചെയർ, ഒരു പൊട്ടിയ ഒരു ചെയർ ഉണ്ടായിരുന്നു, അതിൻ്റെ നിഴലിൽ അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. This image represents the end of an era and the abandonment of the school house. അപ്പോൾ ഈ ഒരു ഇമേജ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ്. അതുപോലെ ആ ഒരു ആ ഒരു സ്കൂൾ ഹൗസിൻ്റെ ആ ഒരു ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു അവസ്ഥേനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. The scholar's actions are symbolic of the last leftovers of a dying community. അതുപോലെ ഈ ഒരു സ്കോളറുടെ ആക്ഷൻസ്, പ്രവർത്തികൾ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ഒരു ഡൈയിങ് കമ്മ്യൂണിറ്റിയുടെ ലാസ്റ്റ് ലെഫ്റ്റ് ഓവർ, അവസാനത്തെ ഒരു റിമൈനിങ് പാർട്സ്, അവസാനത്തെ ഒരു അവശേഷിക്കുന്ന ഒരു ഭാഗം, ഒരു പീസ് എന്നുള്ള നിലക്ക് ആണ് സിംബലൈസ് ചെയ്യുന്നത്, അവസാനത്തെ ഒരു ലെഫ്റ്റ് ഓവർ എന്നുള്ള നിലക്ക്. The speaker recalls the memories of the farmer boys
who attended the school but failed to fully understand or master the fundamental concept of education. This memory serves as a reminder of impermanence of human understanding and the fleeting nature of childhood. അതുപോലെ സ്പീക്കർ റീകോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹം ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ച് മെമ്മറീസ്. ഫാമർ ബോയ്സ് അവർ ആ സമയത്ത് സ്കൂൾ അറ്റൻഡ് ചെയ്തിരുന്നു, പക്ഷേ അവർക്ക് വേണ്ട രീതിയിൽ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മെമ്മറി ഒരു റിമൈൻഡറായിട്ടാണ്, അതായത് ഇംപെർമനൻസ് ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്, അതായത് മനുഷ്യന്മാരുടെ ആ ഒരു മനസ്സിലാക്കാനുള്ള ഗ്രഹിക്കാനുള്ള ആ ഒരു കഴിവിൻ്റെ ഇംപെർമനൻസ്, ക്ഷണികമായിട്ടുള്ള ആ ഒരു അസ്ഥിരതയിൽ നിൽക്കുന്ന ആ ഒരു കഴിവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ചൈൽഡ്ഹുഡ്. ദ പോം ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ ഡെക്കെ ഓഫ് ദ സ്കൂൾ ഹൗസ്. അതുപോലെ തന്നെയാണ് ഈ ഒരു പോം ആ ഒരു സ്കൂൾ ഹൗസിൻ്റെ ഫിസിക്കൽ ഡെക്കെ, അതിൻ്റെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നിട്ടുള്ള നാശങ്ങളെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. ദ പോം ഡിസ്ക്രൈബ് ദ കാർവ്ഡ് ഇനീഷ്യൽസ് KB+RJ on the cloakroom wall which serve as a reminder of past love and connections. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ചില ചുമരുകളിൽ ക്ലോക്ക് റൂം വാളിലൊക്കെ ഇങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്, ചില ഇനീഷ്യൽസൊക്കെ ഇങ്ങനെ കാർവ് ചെയ്തിട്ടുണ്ട്, കൊത്തിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നത്? പണ്ട് ആ ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള പാസ്റ്റ് ലവ് കണക്ഷൻസിനെയൊക്കെയാണ്. The final image of the poem describes the sunset washing the blackboard and the bees returning to their rich attic nest. ഇതിലെ ഫൈനൽ ഇമേജ്, ഈ ഒരു പോയതിൽ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് ഒരു സൺസെറ്റ് ബ്ലാക്ക് ബോർഡിനെ വാഷ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബീസ് ആ ഒരു റിച്ച് ആറ്റിക് നെസ്റ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു നേച്ചറാണ് ഇതിൽ കാണിക്കുന്നത്, അതായത് നേച്ചറിൻ്റെ ആ ഒരു റിട്ടേണിങ് ആണ്. ദിസ് ഇമേജ് റെപ്രസെൻറ്റ് ദ നാച്ചുറൽ വേൾഡ് റിക്ലൈമിങ് ദ സ്കൂൾ ഹൗസ് ആൻഡ് ദ ഇംപെർമനൻസ് ഓഫ് ഹ്യൂമൻ ക്രിയേഷൻസ്. ഈ ഒരു ഇമേജ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നാച്ചുറൽ വേൾഡ്, അതായത് പ്രകൃതി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മനുഷ്യൻ്റെ ഒരു ക്രിയേഷനാണ്, മനുഷ്യൻ നിർമ്മിച്ചതാണ് ഈ ഒരു സ്കൂൾ ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഡെക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സ്കൂൾ ഹൗസിന് നാച്ചുറൽ വേൾഡ് റീക്ലെയിമിങ് നടത്തുകയാണ്, അവകാശപ്പെടുകയാണ്, അതായത് വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്, പ്രകൃതി തന്നെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇംപെർമനൻസ് ഓഫ് ഹ്യൂമൻ ക്രിയേഷൻസ് കാണാൻ കഴിയും, അതായത് മനുഷ്യരുടെ കഴിവ്, മനുഷ്യരുടെ അതായത് മനുഷ്യരുടെ പരിശ്രമം എന്ന് പറയുന്നത് ഇംപെർമനൻസ് ആണ്. അവരുടെ ക്രിയേഷൻ എന്ന് പറയുന്നത് അവരുണ്ടാക്കിയതാണ് ഈ ഒരു വലിയൊരു ബിൽഡിംഗ്, അതിൻ്റെ ആ ഒരു ഇംപെർമനൻസിനെ ആണ് ഇവിടെ, ക്ഷണികമായിട്ടുള്ള അസ്ഥിരമായിട്ടുള്ള ആ ഒരു അവസ്ഥനെയാണ് ഇവിടെ കാണിക്കുന്നത്. The poem vividly describes the schoolhouse in a state of disrepair, symbolizing the inevitable decline that comes with the passage of time. അതുപോലെ പോം വിഡ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആ ഒരു സ്കൂൾ ഹൗസ് ഒരു സ്റ്റേറ്റ് ഓഫ് ഡിസ്റിപ്പയർ, അതായത് വളരെ ഇടയ്ക്കായിട്ടുണ്ട്, അതായത് ക്ഷയിച്ച നിലയിലാണ്, അതിനെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്, ആ ഒരു അവസ്ഥനെ അത് കാണിക്കുന്നുണ്ട്. ഇത് സിംബലൈസ് ചെയ്യുന്നത് ഒരു ഇന്നെവിറ്റബിൾ ഡിക്ലൈനാണ്, അതായത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു തകർച്ചയാണ്. അതായത് പാസേജ് ഓഫ് ടൈം സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ഹ്യൂമൻ ക്രിയേഷനൊക്കെ അതിനൊക്കെ ഒരു ഇന്നെവിറ്റബിൾ ഒഴിച്ചു കൂടാനാവാത്തൊരു തകർച്ചയുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. ദ ഇമേജറി ഓഫ് ക്രംബ്ലിംഗ് വാൾസ്, എംപ്റ്റി റൂംസ് ആൻഡ് സൈലൻസ് കൺവേസ് എ സെൻസ് ഓഫ് ഡെസലേഷൻ ആൻഡ് നെഗ്ലെക്റ്റ്. അതുപോലെ ഇതിലൊരുപാട് ഇമേജറി, ക്രംബ്ലിംഗ് വാൾസ്, എംപ്റ്റി റൂംസ്, സൈലൻസ് തുടങ്ങിയൊക്കെ എന്താണ് കൺവേ ചെയ്യുന്നത്? സെൻസ് ഓഫ് ഡെസലേഷൻ, അതുപോലെ നെഗ്ലെക്റ്റ് ഒക്കെയാണ്. ദ പീലിംഗ് പെയിൻറ്റ്, അതായത് പെയിൻറ്റ് ഇങ്ങനെ ഇളകിപ്പോകുന്നത്. ബ്രോക്കൺ വിൻഡോസ് ആൻഡ് ഓവർഗ്രൗൺ സറൗണ്ടിങ്സ് ക്രിയേറ്റ് എ സ്റ്റാർക്ക് പിക്ചർ ഓഫ് അബാൻഡൻമെൻറ്റ്. ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെന്ന് കാണിക്കാനുള്ള ഒരു പിക്ചറാണ് ഈ ഒരു പൊട്ടിയ ജനലുകൾ, പീലിംഗ് പെയിൻറ്റ്, അതുപോലെ ഓവർഗ്രൗൺ സറൗണ്ടിങ്സ്, അതായത് ഈ ബിൽഡിങ്സിലൊക്കെ അങ്ങനെ ചെടികളൊക്കെ പറ്റി പിടിച്ച് ഇങ്ങനെ വളർന്നിട്ടുണ്ടാവും. ഇറ്റ് റിമൈൻഡ്സ് us ഓഫ് പ്രിസർവിങ് മെമ്മറീസ് ആൻഡ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ഹ്യൂമൻ എൻഡേവേഴ്സ്. ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്
മെമ്മറീസ് പ്രിസർവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും, അതുപോലെ ഹ്യൂമൻ എൻഡവേഴ്സ്, മനുഷ്യരുടെ ആ ഒരു പരിശ്രമം, അവരുടെ ആ ഒരു കഠിനാധ്വാനം, അതെന്താണ് അതിൻ്റെ ആ ഒരു ഫ്ലീറ്റിംഗ് നേച്ചർ, അതിൻ്റെ ആ ഒരു ക്ഷണികമായിട്ടുള്ള അവസ്ഥേനൊക്കെയാണ് ഇത് കാണിക്കുന്നത്. ഇറ്റ് ഈസ് എ മാസ്റ്റർഫുൾ മെഡിറ്റേഷൻ ഓൺ എ ഡെക്കെ മെമ്മറി ആൻഡ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ഹ്യൂമൻ ഹിസ്റ്ററി ആൻഡ് നേച്ചർ.